So, welcome to my YouTube channel. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ മുഖത്ത് നല്ല രീതിയിലുള്ള കുരുക്കളുണ്ടായിരുന്നു. അതിപ്പോൾ പല പല റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതിപ്പോൾ മാറ്റിയെടുത്തു. ഇപ്പോൾ എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുരുക്കളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ബ്ലാക്ക് മാർക്സ് ഉണ്ടെന്നേ ഉള്ളൂ. സോ ഞാനതെങ്ങനെയാണ് അത് മാറ്റിയെടുത്തതെന്നുള്ളൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾക്കപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. സോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ രണ്ട് കമ്പാരിസൺ ഞാൻ ഇവിടെ ഞാൻ കൊടുക്കാം. ഇതെനിക്ക് കുരു ഉള്ള ടൈമിലുള്ളതും ഇത് കുരു മാറി ഇപ്പോഴത്തെ ഒരു ടൈമിലുള്ള ഒരു റെഫറൻസുകളാണ്. സോ എനിക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കുരുക്കൾ വരാനുള്ള കാര്യങ്ങൾ ആസ് വി ഓൾ നോ ദാറ്റ് നമുക്ക് ചിലപ്പോൾ ഹോർമോണൽ ബാലൻസ്, പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മെയിനായിട്ട് വന്നത് തൈറോയിഡിൻ്റെ ഇഷ്യൂ കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് കുരുക്കൾ കൂടി വന്നത്. അപ്പോൾ ഞാനെന്തോ മെഡിസിൻസ് ഒക്കെ എടുക്കാൻ മറന്നു പോയായിരുന്നു ആ ഒരു ടൈമിൽ, അങ്ങനെ കുരു വന്നതാണ്. പക്ഷെ അത് കഴിച്ചിട്ടും മാറി തുടങ്ങിയായിരുന്നു. പക്ഷെ മാർക്കുകളുണ്ടല്ലോ, നിങ്ങൾ ഈ പുറത്തുള്ള സൗണ്ടൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം, ടെറസിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ബ്ലാക്ക് മാർക്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ആദ്യമേ യൂസ് ചെയ്തത് സാൽസിലിക് ആസിഡാണ്. ആക്ച്വലി ഓയിലി സ്കിന്നിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സാൽസിലിക് ആസിഡിൻ്റെ എക്സ്ട്രാക്റ്റുള്ള എന്ത് ഫേസ് വാഷ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. ബിക്കോസ് ഞാനത് യൂസ് ചെയ്തിട്ടും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യാനിരിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വെച്ച് വേറൊന്നുമല്ല, എൻ്റെ ആ പ്രൊഡക്റ്റ് ഈ ഫേസ് വാഷൊക്കെ ഞാനിന്ന് ഡെലിവറി എന്താ പറയുക റീപർച്ചേസ് ചെയ്തിട്ടുണ്ട് ഡെലിവറി. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളെ കാണിച്ച് തരാമല്ലോ, അൺബോക്സിങ്ങും നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയറിൽ നോക്കിയതെന്ന് വെച്ചിട്ടാണ് ഞാനപ്പോൾ ഇതിന് പറയുന്നത്. അപ്പോൾ ഒരിപ്പോൾ നമുക്ക് പർപ്പിളിലൊക്കെ ഇപ്പോൾ 4 hours ഡെലിവറി ഒക്കെ അവൈലബിളാണ്. അപ്പോൾ ഞാൻ 3 പ്രൊഡക്ട്സാണ് മേടിച്ചേക്കുന്നത്. ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഇതാണ് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിന് ടീ ട്രീം, സാൽസിക് ആപ്പിൾ സിഡർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു ഫേസ് വാഷാണ്. ഇതിന് 209 രൂപയൊക്കെ കൊടുത്തേക്കുന്നത്. പക്ഷെ അതിൽ നമുക്ക് ഓഫറിൽ 160 രൂപ അത്രയും പൈസയൊക്കെ കിട്ടും എന്തായാലും. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമേ യൂസ് ചെയ്ത് തുടങ്ങിയത്. നല്ല ഫേസ് വാഷാണ്. ഞാനപ്പോൾ ഇങ്ങനെ ഒരു കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫോം, അതായത് പതഞ്ഞു വരുമല്ലോ, അങ്ങനത്തെ യൂസ് ചെയ്യരുത്. അത് നമ്മുടെ സ്കിന്നിൻ്റെ ലെയേഴ്സൊക്കെ കുറയ്ക്കാനാണ്, അങ്ങനെ എന്തൊക്കെ കേട്ടത്. ഞാനപ്പോൾ എന്ത് പ്രൊഡക്ട്സ് ഞാൻ മേടിക്കുന്നത് എപ്പോഴും ഞാൻ യൂട്യൂബോ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും ഓരോ സാധനങ്ങൾ മേടിക്കുന്നത്. പക്ഷെ ചിലവർ പ്രൊമോഷനൊക്കെ വേണ്ടിയായിരിക്കുമല്ലോ ചെയ്യണത്. എനിക്ക് അങ്ങനെ കണ്ട് ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ച് എൻ്റെ പൈസയൊക്കെ പോയിട്ടുണ്ട്. സോ ഇത് എന്തായാലും മേടിച്ച് നല്ലതായിരിക്കും, പൈസ ഒന്നും പോകില്ലെന്നാണ് എൻ്റെ ഒരു കിട്ടുന്നത്. ഫോർ ഓയിലി സ്കിൻ ഞാൻ ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫേസ് വാഷാണ് ഞാൻ പറയുന്നത്. ഒന്ന് നമുക്ക് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഇത് നല്ലതാണ്, ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്തായാലും കൊടുത്തേക്കാം. ഇതിലേക്ക് ബയോയിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഡോക്കിൻ്റെ 2% സാൽസിലിക് ആസിഡ്. ഇതും നല്ല ഫേസ് വാഷാണ്. അത്യാവശ്യം ഒരു മാസത്തേക്ക്, ഇത് രണ്ടും 1 മാസത്തേക്കൊക്കെ പോകും ഗൈസ്. 1 മാസം പിന്നെ നമ്മൾ ഉപയോഗിക്കണ പോലെയൊക്കെ ഇരിക്കും. ഇതും നല്ലതാണ്. അത്യാവശ്യത്തിനുള്ള നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും കുരുക്കൾ വരണതും അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫേസ് വാഷ്. ഞാൻ ഈ 2 ഫേസ് വാഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇതിൻ്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത് നല്ലൊരു സൺസ്ക്രീനാണ്. പക്ഷേ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുക, ഇല്ലാത്തവർ വേണ്ട, അങ്ങനെ ആണ്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്യണത് കൊള്ളൂലെന്നും നല്ലതാണെന്നിട്ടുണ്ട്. കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാനപ്പോൾ ഉപയോഗിക്കണത് ഡോട്ട് ആൻഡ് കീയുടെ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വൈറ്റമിൻ C+E സൺസ്ക്രീൻ.
ഓറഞ്ച് കളർ. അത് നല്ലതാണ്, പക്ഷെ അത് ഇത്തിരി ഒരു ഓയിലി ടെക്സ്ചർ തരും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് യൂസ് ചെയ്യും. സംഭവം നല്ലതാണ്, യൂസ് ചെയ്യാവുന്നവർക്ക് യൂസ് ചെയ്യാം. പക്ഷെ നല്ലൊരു എന്താ ഒരു പാർട്ടി ലുക്കൊക്കെ തരും. എക്സ്ട്രാ നമ്മൾ മേക്കപ്പ് ഉണ്ട്, ആ ഒരു സംഭവം വരും. പിന്നെ ഞാൻ യൂസ് ചെയ്തതാണ് ഡോട്ട് സിയുടെ പച്ച കളർ. അതും അത്യാവശ്യത്തിന് നല്ലതായിരുന്നു. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് മാറ്റാണ്. അത് കറക്റ്റ് മാറ്റായിട്ട് നമ്മൾ ഫേസിൽ കിടക്കുമ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുന്നുള്ളൊരിത് വരില്ല. സോ അത് രണ്ടെണ്ണമാണ് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തത്. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ മറ്റേ നമ്മുടെ യൂട്യൂബിൽ നല്ല രീതിയിൽ റിവ്യൂ പോയ ഒരു ഇതാണ് ഡേം ഡോക്കിൻ്റെ ഈ ഒരു നയാസിനിമയുടെ ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീൻ, ബ്രൈറ്റ്നിങ് സൺസ്ക്രീനൊക്കെ പറഞ്ഞു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നോക്കാം, നിങ്ങളോട് റിവ്യൂ പറയാമെന്നൊക്കെയാണ് വിചാരിച്ചത്. ഇതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് എൻ്റെ നിഗമനം. ഇതും എന്തോ ഇപ്പോൾ 60 ഗ്രാമേ ഉള്ളൂ, 425 റേറ്റ്. പക്ഷേ നമുക്ക് പേർപ്പിളിലൊക്കെ 329 49 അത്ര പൈസയൊക്കെ കിട്ടും. അതും നല്ലതാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് ഒക്കെ പറയാം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുരുവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആരും പേടിക്കണ്ട. ആക്ച്വലി ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കുരു, പിമ്പിൾസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും ബോദർ ചെയ്യാറില്ല. ചെയ്യുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. എന്നാലും ബോദർ ചെയ്യണവർക്കായാലും അതിപ്പോൾ കുരു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് വാഷാണ്. ഇനി ഞാൻ പറഞ്ഞ ഈ നമ്മുടെ ആൽപ്സ് ക്യൂട്ടീസിൻ്റെ ആയാലും ഡേം ഡോക്കിൻ്റെ ആയാലും ഇത് രണ്ടും നല്ലൊരു ഫേസ് വാഷാണ്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. അത്ര എക്സ്പെൻസ് അല്ല, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇത് ചെയ്യണം പറയണമെന്നൊക്കെ കുറച്ച് നാളായി വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ്. അത് മാത്രമേ എനിക്ക് പറയുന്നത്. ഓക്കെ, ബൈ ബൈ.